നമസ്കാരം. 2026 ചിങ്ങക്കൂറുകാരുടെ മെയ് മാസ ഫലത്തെ പറ്റിയാണ് പറയുന്നത്. ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, ആദ്യപാദം അടങ്ങിയതാണ്. ഇവർക്ക് പൊതുവെ ഗുണഫലങ്ങൾ കൂടുതൽ ഉള്ള മാസമാണ്. ധനപരമായിട്ട് വരുമാനം കൂടാമെങ്കിലും അതിനനുസരിച്ച് ചിലവ് കൂടുന്ന മാസം കൂടിയാണ്. ഊഹക്കച്ചവടം നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിക്ഷേപം നടത്തുമ്പോഴും ശ്രദ്ധയോടെ നിക്ഷേപം നടത്തേണ്ട മാസം കൂടിയാണിത്. പല രീതിയിലുള്ള വരുമാനം ഉണ്ടാവുമെങ്കിലും അതിനനുസരിച്ച് ചെലവുകളും വരുന്ന മാസമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ഉണ്ടാവേണ്ട ഒരു മാസമാണ്. അസുഖങ്ങൾ വലിയ രീതിയിലൊന്നും വരുവാൻ സാധ്യതയില്ലെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുവാൻ, പ്രത്യേകിച്ച് പല്ല്, വായ എന്നീ ഭാഗങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ക്ഷീണവും മാനസിക സമ്മർദ്ദവും ഒക്കെ വർദ്ധിക്കുവാനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാസംബന്ധമായി അനുകൂലമായ ഒരു കാലഘട്ടമാണ്. മത്സര പരീക്ഷകൾക്ക് ഉന്നതമായ വിജയം നേടുവാനും വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുവാനും കഴിയുന്നതാണ്. കരിയറിൽ മികച്ച നേട്ടമുണ്ടാകുവാൻ സാധിക്കുന്നതാണ്. നല്ല രീതിയിലുള്ള പഠനം ഈ അവസരത്തിൽ ഇവർക്ക് ലഭ്യമാകുന്നതാണ്. ചെറിയ അലസതകളൊക്കെ മാറ്റിവെച്ച് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടും ഉണ്ട്. ജോലി സംബന്ധമായിട്ട് വളരെ അധികം നല്ല ഒരു സമയമാണ്. കർമ്മ പുരോഗതി ഉണ്ടാവുന്ന ഒരു സമയമാണ്. തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുവാനും അംഗീകാരം ഉണ്ടാകുവാനും വരുമാനം വർദ്ധിക്കുവാനും സ്ഥലമാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ അത് ഗുണകരമായ ഒരു രീതിയിലായിരിക്കും. ഉത്തരവാദിത്വം ഉണ്ടാവുമെങ്കിലും അത് വഴി ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥന്മാരുടെ പ്രീതി സമ്പാദിക്കുവാനും ഈ സമയത്ത് ഇവർക്ക് സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല വരുമാന വർധനവ് വന്നു ചേരുന്നതാണ്. യാത്രാ ഗുണം ഉണ്ടാകുവാനും സുഹൃത്തുക്കൾ വഴി സഹായ സഹകരണങ്ങൾ ലഭിക്കുവാനും കലാകായിക രംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാകുവാനും കീർത്തിയും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട്. വിവാഹം നടക്കാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അത് നടന്നു കിട്ടുവാനുള്ള അവസരം തെളിയുന്നതാണ്. ആത്മീയ ചിന്ത കൂടുവാനും ആത്മീയ പ്രവർത്തനം നടത്തുവാനും ഈ സമയത്ത് ഇവർക്ക് പ്രത്യേക താല്പര്യം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ക്രയവിക്രയങ്ങളിൽ നേട്ടം ഉണ്ടാകുവാനും ഭൂമി വാങ്ങുവാനും വസ്തു, വീട് എന്നിവ വെക്കുവാനുമൊക്കെ സമയം തെളിഞ്ഞു വരുന്നതും ആണ്. ദാമ്പത്യ ബന്ധങ്ങളിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനും തെറ്റിദ്ധാരണ ഉണ്ടാകുവാനും സാധ്യത കാണുന്നതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാദപ്രതിവാദങ്ങൾ ഇല്ലാതെ നോക്കേണ്ടതുണ്ട്. സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് സംസാരിക്കേണ്ടതും ആവശ്യമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുന്ന ഒരു മാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ലാഭം ഉണ്ടാവാനും പ്രതീക്ഷിക്കാതെ തന്നെ ധനം വന്നു ചേരുവാനും സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. ഇവർ ബിസിനസ്സിൽ അത്ര ഗുണം ലഭിക്കുന്ന മാസമല്ല. ബിസിനസ് പാർട്ണറുമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പരസ്പരം തർക്കങ്ങളില്ലാതെ നോക്കേണ്ടതും വിട്ടുവീഴ്ച മനോഭാവം വെച്ച് പുലർത്തേണ്ടതും ഈ സമയത്ത് ഇവർക്ക് അത്യാവശ്യമാണ്. ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനും ഗുണഫലങ്ങൾ കൂടുതൽ കിട്ടുന്നതിനുമായി ശനീശ്വര പ്രീതി ചെയ്യുകയും ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുകയും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം നടത്തുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ ചെയ്യുകയും ഒക്കെ ചെയ്താൽ ഇവർക്ക് ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുകയും ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുകയുമാകും.